ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ സെമിയിൽ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. 265 റൺസ് വിജയലക്ഷ്യം. 11 പന്തുകൾ ബാക്കി നിൽക്കെ മറികടന്നു. നിർണായകമായി വിരാട് കോഹ്ലിയുടെ പ്രകടനം. ആശാവർക്കർമാരുടെ സമരത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. മുഖ്യമന്ത്രിക്ക് ഫോൾസ് ഈഗോ എന്ന പ്രതിപക്ഷം സമരക്കാരെ സർക്കാർ ബക്കറ്റ് പിരിവുകാരാക്കി അധിക്ഷേപിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാർ നിലപാടെന്ന് ആരോഗ്യമന്ത്രി. സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലും വാക്പോര്. സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും പ്രായപരിധി കർശനമായി നടപ്പാക്കാൻ CPM. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ തുടരും. MV ജയരാജനെയും P ജയരാജനെയും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയേക്കും. MV ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറിയായി തുടരും. CPM സംസ്ഥാന സമ്മേളനത്തിന് മറ്റന്നാൾ കൊല്ലത്ത് തുടക്കം. ചൂരൽമല പുനരധിവാസം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി K രാജൻ. 15 ദിവസത്തിനകം ടൗൺഷിപ്പിനുള്ള ഭൂമി ഏറ്റെടുക്കും. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വാടക പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രി. ബോഡി ബിൽഡിംഗ് ജേതാക്കൾക്ക് പോലീസിൽ നിയമനം നൽകാനുള്ള തീരുമാനത്തിന് തിരിച്ചടി. സർക്കാർ നീക്കം സ്റ്റേ ചെയ്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. നടപടി ബറ്റാലിയൻ SI നൽകിയ ഹർജി. താമരശ്ശേരി ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി അറസ്റ്റിൽ. പിടിയിലായത് ഷഹബാസിനെ ആക്രമിച്ച സംഘത്തിലെ 10ാം ക്ലാസ്സുകാരൻ. പ്രധാന പ്രതി ഷഹബാസിനൊപ്പം ചെറുപ്പം മുതൽ ഒരുമിച്ച് പഠിച്ചയാളെന്ന പിതാവ്. ഇനിയും കൂടുതൽ പ്രതികളുണ്ടെന്നും ഇക്ബാൽ. മലപ്പുറത്ത് ട്യൂഷൻ ക്ലാസ്സിലെ തർക്കത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. സംസ്ഥാനത്തെ റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹൈക്കോടതി. നടപടി കെൽസയുടെ ഹർജിയിൽ. കേസുകൾ പുതിയ ബെഞ്ചുകൾ നാളെ പരിഗണിക്കും. സിദ്ധാർത്ഥന്റെ മരണത്തിൽ മാർച്ച് 31-നകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും നിർദ്ദേശം. സമയം നീട്ടണമെന്ന സർവകലാശാലയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. KSRTC ശമ്പള പ്രതിസന്ധി അവസാനിച്ചതായി മന്ത്രി KB ഗണേഷ് കുമാർ. അടുത്ത മാസം 1 മുതൽ ശമ്പളം നൽകും. ഗ്രാമീണ സർവീസുകൾക്കായി 27 ചെറിയ ബസ്സുകൾ ഉടൻ വാങ്ങുമെന്നും മന്ത്രി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമെങ്കിലും തൃപ്തികരം. കൃത്രിമശ്വാസം നൽകുന്നത് തുടരുന്നു. പോപ്പിന് പുതിയ അണുബാധയുടെ ലക്ഷണങ്ങളില്ലെന്ന് വത്തിക്കാൻ.